നമസ്കാരം ഡിയർ ഫ്രണ്ട്സ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വികസനം ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ വികസനം വേണമെങ്കിൽ മനസ്സ് വികസിക്കണം. മനസ്സ് വിശാലമാകുമ്പോൾ മാത്രമാണ് നമ്മളുടെ ലോകം വിശാലമാകുന്നത്. നമ്മുടെ ജീവിതത്തെ വിശാലപ്പെടുത്തണമെങ്കിൽ മനസ്സ് വികസിപ്പിക്കുകയും വിശാലമാക്കുകയും ചെയ്യുക എന്നത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്വവും കടമയുമാണ്. നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാകുമ്പോൾ നമ്മുടെ സ്വപ്നം തന്നെയാണ് നമ്മളുടെ ജീവിതവുമാകുന്നത്. ആ ജീവിതത്തെ ശരിയായ രീതിയിൽ വളർത്തിയും ഉയർത്തിയും കൊണ്ടുവരിക എന്ന് പറയുന്നത് നമ്മളുടെ മാത്രം ഉത്തരവാദിത്വവും കടമയുമാണ്. ജീവിതം വികസിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കേണ്ട പ്രവർത്തനമാണ്. അവിടെ ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റിലൂടെ നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. ഫിക്സ്ഡ് മൈൻഡ് സെറ്റാണ് കംഫർട്ട് സോണിൽ തളച്ചിട്ട് നമ്മെ ദുർബലരാക്കി ഉത്സാഹവും ചുറുചുറുക്കും ഉന്മേഷവും പ്രസന്നതയും വിജയവും വിനയവും നഷ്ടപ്പെടുത്തി വിനകൾ വരുത്തി വയ്ക്കുന്നത്. നമ്മുടെ ചുണയും ചൊടിയും ചൂരുമൊക്കെയാണ് ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടു പോകുന്നത്. ഈ ലോക ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്താണ്? ശരിയായതും യോജിച്ചതുമായ ഒരു കോച്ചിങ് അഥവാ മെൻറ്ററിങ് ഇല്ലാത്തതും മനസ്സിൻ്റെ പ്രവർത്തന ശാസ്ത്രത്തെക്കുറിച്ച് അറിവില്ലാത്തതും ക്രമം തെറ്റിയ മനസ്സിൻ്റെ അക്രമവും കുസൃതിയും വികൃതിയുമാണ് ഒരു മനുഷ്യനെന്ന നിലയിൽ ഏവരുടെയും ജീവിത ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും കാരണമായി പറയപ്പെടുന്നത്. മാനസിക ദൗർബല്യങ്ങളായ വികാരദോഷങ്ങളും ചിന്താദോഷങ്ങളും പ്രവർത്തന പ്രതികരണ പെരുമാറ്റ ദോഷങ്ങളുമാണ് മനുഷ്യൻ്റെ പരാജയം പൂർണ്ണമാക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ 3 കുടുക്കുകളാണ് സ്ട്രെസ്, ടെൻഷൻ, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി തകർത്ത് കളയാൻ ഈ സ്ട്രെസ്സിന് സാധിക്കും. ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ദൗർബല്യം മാറുമ്പോൾ ഒരു പോരാളിയുടെ കർമ്മവീര്യവും ശൗര്യവും ധൈര്യവും വർദ്ധിക്കുന്നതോടെ മനസ്സെന്ന ഊർജം ശക്തി നേടുക തന്നെ ചെയ്തിരിക്കും. അങ്ങനെ ജീവിത യുദ്ധക്കളത്തിൽ നാം വിജയിച്ച് കയറും. നമ്മുടെ മനോബലത്തിന് അവിടെ തേരാളിയാകേണ്ടത് യൂണിവേഴ്സൽ എനർജിയാണ്, ദൈവമാണ്. മനോബലമാണ് ഏതൊരാളെയും ആരോഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും അർഹതയിലെത്തിച്ച് കൊടികുത്താൻ അനുഗ്രഹം നൽകുന്നത്. മനസ്സിനെയും അതിൻ്റെ പ്രവർത്തന രീതികളെയും മനസ്സിലാക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ നിങ്ങളെ സ്വതന്ത്രരും സമാധാനപൂർണരും സന്തോഷവാന്മാരുമാക്കുന്ന അറിവുകൾ നിങ്ങളുടെ മനസ്സിലും ചിന്തകളിലും തെളിഞ്ഞു വരും. അത് നിങ്ങളെ തിളപ്പിച്ച് തിളക്കമുറ്റവരാക്കി മാറ്റും. തികച്ചും ഡൈനാമിക്കായ ഒരു മൈൻഡ് മെക്കാനിസം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ ജീവിത സൗഭാഗ്യങ്ങളും സമൃദ്ധികളും നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നത് സത്യമാണ്. അതിനെന്ത് വേണം? നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെന്ന കാന്തത്തെ അഥവാ മാഗ്നറ്റിനെ ഇമോഷൻ എന്ന വികാരമെന്ന ഇലക്ട്രിക്കൽ എനർജി കൊണ്ട് ഇഗ്നൈറ്റ് ചെയ്ത് മാഗ്നറ്റൈസ് ചെയ്യുക. നിങ്ങളുടെ ഇൻറ്റേർണൽ എൻജിനീയറിങ്ങിനെ കംപ്ലീറ്റ് ചെയ്ത് എംപവർ ചെയ്ത് എൻലൈറ്റൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു ലക്ഷ്യത്തിലേക്ക് കുതിച്ച് പായാൻ സാധിക്കും, പറന്നുയരാൻ സാധിക്കും. നിങ്ങൾ ഒരു ഇലക്ട്രോ ബയോ മാഗ്നറ്റിക് എനർജി ഫോഴ്സ് ആണെന്ന കാര്യം മറന്നു പോകരുത്. അതാണ് നിങ്ങളുടെ സോഴ്സുകളാകേണ്ടത്. ഈ ഫോഴ്സിൽ നിന്നാണ് നിങ്ങളുടെ എല്ലാ സോഴ്സുകളും തുറന്ന് നിങ്ങളുടെ അടുത്തേക്ക് സമൃദ്ധികളും ഐശ്വര്യങ്ങളും എത്തിച്ചേരേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ പ്രപഞ്ച സൂക്ഷ്മധാതുക്കളിലൂടെയും രാസ തന്മാത്രകളിലൂടെയും നിങ്ങളുടെ ഉള്ളിൽ കത്തുന്ന വൈദ്യുതി തരംഗങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നത് ഒരു പ്രാപഞ്ചിക സത്യമാണ്. അതുകൊണ്ടാണ് ഐ ആം ദ യൂണിവേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അത് ഖുറാനിൽ അനൽ ഹക്ക് എന്നും ബൈബിളിൽ ഹോളി സ്പിരിറ്റ് എന്നും പറയുന്നു. ഇതാണ് ഇലക്ട്രോ ബയോ മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. ആ എനർജി നിങ്ങളെയും എന്നെയും നിലനിർത്തുന്ന പ്രാപഞ്ചിക പ്രതിഭാസമാണ്. ആ എനർജിയെ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നല്ലേ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്? നിങ്ങളുടെ മനസ്സിനെ കോൺഷ്യസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചാൽ, ഫോക്കസ് ചെയ്യാനായാൽ നിങ്ങളുടെ ഉള്ളിലും പുറത്തും എനർജി ഫോഴ്സ് ഉണ്ടായി വരും. അത് ഒരു എനർജി ബോഡിയാണ്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അത്ഭുതകരമായ എനർജി ഫോഴ്സ് എന്ന് പറയപ്പെടുന്ന ഇൻഫിനിറ്റ് റിച്ചസും പവർ ഹൗസും നിങ്ങളുടെ ഉള്ളിൽ നിന്നും കഴിവുകളായി പുറത്തേക്ക് വരണം. അത് മികച്ച കഴിവുകളായി നിങ്ങളുടെ ജീവിതത്തെ സപ്പോർട്ട് ചെയ്യണം. മനസ്സുറപ്പോടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കണം. നിരന്തരമായ അഭ്യാസം കൊണ്ട് ത്രാടക എന്ന മെഴുകുതിരി നിലവിളക്ക് ദീപത്തിലോ മറ്റോ നോക്കിയിരുന്ന് നിങ്ങൾക്ക് ആരംഭിക്കാം. തുടർച്ചയായ പരിശീലനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഇമാജിനേഷനിലൂടെയും വിഷ്വലൈസേഷനിലൂടെയും മെഡിറ്റേഷനിലേക്കും
അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് കുതിച്ചുയരാൻ സാധിക്കും. നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ സാധിക്കും. ഈ ഉപായത്തിലൂടെയാണ് നിങ്ങളുടെ കരുത്തും കരുതലും കൂട്ടിയെടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ അപായങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷ നേടേണ്ടത്. പ്രപഞ്ച കവചം എന്നറിയപ്പെടുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് കവചം എപ്പോഴും നിങ്ങളുടെ സുരക്ഷത്തിന് വേണ്ടി നിങ്ങൾ കരുതേണ്ടതുണ്ട്. അതിന് യൂണിവേഴ്സൽ എനർജിയുമായി നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കണം. അത് എങ്ങനെയാണ്? അത് മെഡിറ്റേഷനിലൂടെ മാത്രമാണ്. മനസ്സിനെ ശ്വാസോച്ഛ്വാസ ക്രമീകരണത്തിലൂടെ മൂക്ക് കയറിട്ടും നിർദ്ദേശങ്ങളും ആജ്ഞകളും അടങ്ങിയ അഫർമേഷൻസ് കൊണ്ടും നിയന്ത്രിച്ചുകൊണ്ട് ബിലീഫ് സിസ്റ്റത്തെയും ബിഹേവിയറൽ പാറ്റേണിനെയും കറക്റ്റ് ചെയ്യണം. ഇവയിൽ മാറ്റം വരുത്താനായാൽ നിങ്ങളുടെ ജീവിതം ഒരു ഊർജ്ജസ്വലമായ പുതിയ മാറ്റത്തിന് തയ്യാറെടുക്കും. മാറ്റം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അത്യാവശ്യമാണ്. മാറ്റം ഉൾക്കൊള്ളാത്തവർ പരാജയപ്പെടും. മാറ്റം ഉൾക്കൊള്ളുന്നവർ അതിജീവിക്കും. മാറ്റം മുൻകൂട്ടി കാണുന്നവർ വിജയിക്കും. മാറ്റം ഉണ്ടാക്കുന്നവർ മന്നന്മാരാകുകയും നേതൃപദവികൾ അലങ്കരിക്കുകയും ചെയ്യും. നിയന്ത്രണമില്ലാതെ പായുന്ന കുതിരയെപ്പോലെയുള്ള നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്. അതിനെ ബലപ്പെടുത്തി അടക്കി ഒതുക്കി ശക്തമായി പരിശീലിപ്പിച്ചെടുക്കുമ്പോഴാണ് മൈൻഡ് പവർ എന്ന അവസ്ഥയിലെത്തുന്നത്. പോസിറ്റീവ് മൈൻഡ് സെറ്റാണ് പ്രൊഡക്റ്റീവും ക്രിയേറ്റീവുമായ ജീവിതം നമുക്ക് നൽകുന്നത്. ക്രേസി ആക്ഷൻ ഇല്ലാതെ ക്രിയേഷൻ ഇല്ല. ആക്ടിവിറ്റി ഇല്ലാതെ ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല. ക്രിയേറ്റിവിറ്റി ഇല്ലാതെ പ്രൊഡക്ടിവിറ്റിയും ഉണ്ടാകില്ല. ആനയ്ക്ക് മദം പൊട്ടുമ്പോഴാണ് അതിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുന്നതെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ മനസ്സിന് മദം പൊട്ടി അഥവാ ഭ്രാന്തെന്ന തീ പിടിക്കുമ്പോഴാണ് തീപാറുന്ന വിജയങ്ങൾ നമ്മളുടെ മുന്നിൽ സംഭവിക്കുന്നത്. തിരിച്ചറിവിൻ്റെ അതിതീക്ഷ്ണമായ ജ്ഞാനാഗ്നി ഉള്ളിൽ ഉരുകിത്തിളച്ച് ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുമ്പോൾ മാത്രമാണ് നമ്മളുടെ ഉൾത്തിളക്കം വർദ്ധിക്കുന്നത്. ഇഫ് യു വാണ്ട് ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്ന് അബ്ദുൽ കലാം സാർ പറഞ്ഞത് അത്രയും മനസ്സിൻ്റെ തിളപ്പോടുകൂടി കത്തുന്ന ആവേശത്തോടു കൂടിയാണ്. വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന നമുക്ക് തീ പിടിക്കുന്ന ഉത്സാഹത്തിൻ്റെയും ചുറുചുറുക്കിൻ്റെയും ഉന്മേഷത്തിൻ്റെയും പവർ. ആ പവറാണ് തീ പിടിച്ച ചിറകുകളോടുകൂടി നമുക്ക് പ്രവർത്തിക്കാനാവുകയുള്ളൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത്. ആ പ്രവൃത്തിയാണ് നമ്മുടെ കുതിച്ചു ചാട്ടത്തിനും പറന്നുയരലിനും കാരണമാവുക. ഉത്സാഹിയായ പുരുഷ സിംഹത്തിന് മുന്നിൽ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ദാസ്യവൃത്തി ചെയ്തിരിക്കും. നമ്മുടെ വീര്യം കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതം നാം ഭദ്രമാക്കുന്നത്. നിങ്ങളുടെ ലക്ഷ്യം നേടുന്നിടം വരെ നിങ്ങളുടെ ശ്രമം നിങ്ങൾ അവസാനിപ്പിക്കരുത്. നെവർ എവർ ഗിവ് അപ്പ്. വെല്ലുവിളികൾക്ക് മുമ്പിൽ അടിയറോ പറഞ്ഞ് ഒന്നും വിട്ടുകൊടുക്കരുത്. എല്ലാം വീണ്ടെടുക്കുന്ന അത്യുത്സാഹിയായ ഒരു സിംഹമായി മാറാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് പവർ ഏറ്റവും വലിയ വിജയത്തിൻ്റെ കൊടുമുടികൾ കീഴടക്കാൻ നിങ്ങൾക്ക് കരുത്ത് പകരും എന്ന് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചാൽ വിജയം ഉറപ്പായി കഴിയും. മനസ്സിൻ്റെ പവർ ഉപയോഗിക്കാതെ ഒരു കാരണവശാലും ജീവിതത്തിന് പവർ ഉണ്ടാവില്ല. ജീവിതത്തിന് പവർ നേടിയെടുക്കണമെങ്കിൽ വ്യത്യസ്തമായ ഇതേപോലുള്ള അറിവുകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തണം. അറിവുകൾ ഹൈലി എക്സ്പെൻസീവാണ്. ഈ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഫ്യുവലിനെ മേക്ക് ചെയ്ത് നിങ്ങളുടെ ജീവിത വിജയത്തെ ആക്സലറേറ്റ് ചെയ്യേണ്ടത്. അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ വിജയം നിങ്ങളുടെ കൈപ്പിടിയിൽ തന്നെ ഉണ്ടാകും. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.